ഇന്നലെ നടന്ന ആവേശകരമായ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് 55 റൺസിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തോറ്റത്. എങ്കിലും പോയിന്റ് ടേബിളിൽ ഫസ്റ്റ് സ്പോട്ട് 18 പോയിന്റോടെ നിലനിർത്താനും മെയ് അതേപോലെ 26 ധർമ്മശാലയിൽ നടക്കുന്ന ക്വാളിഫയർ 1ലേക്ക് നേരിട്ട് യോഗ്യത നേടാനും RCBക്ക് സാധിച്ചു. ഇന്നലത്തെ മത്സരത്തിൻ്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ SRH 20 ഓവറിൽ 255 4 വിക്കറ്റ് വീണിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ RCBയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ 20 ഓവറിൽ 200-ൽ 4 വിക്കറ്റ്. ഫലം SRH 55 റൺസിന് വിജയിച്ചു. ബൗളിങ്ങിലെ തകർച്ച എന്തൊക്കെയാണ് ഇഷ്യൂസ്, ബൗളിങ്ങിൽ എന്തൊക്കെയാണ് വീക്ക്നെസ് എന്നുള്ളത് ഒന്ന് നോക്കാം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബൗളിങ്ങിന് ഇറങ്ങിയ RCBക്ക് ഹൈദരാബാദിൻ്റെ വിക്കറ്റുകൾ വീഴ്ത്താൻ പാടുപെടേണ്ടി വന്നു. പ്രധാന സീനിയർ ബൗളർമാരായ ജോഷ് ഹെയ്സൽവുഡ് 4 ഓവറിൽ 55 റൺസും ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 51 റൺസും എന്നിവർ വൻതോതിൽ റൺസ് വിട്ടുകൊടുത്തതോടെ യുവ ബൗളറാണെങ്കിൽ റസീഖ് സലാം 2 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും 52 റൺസ് വഴങ്ങി പിച്ചിൽ യാതൊരു നിയന്ത്രണവും കൊണ്ടുവരാൻ ബൗളർമാർക്ക് സാധിച്ചില്ല. SRH ബാറ്റിംഗ് താണ്ഡവം തന്നെയായിരുന്നു. പവർ പ്ലേ മുതൽക്ക് SRH ബൗളർമാർ ആക്രമിച്ച് കളിച്ചു. ഇഷാൻ കിഷാൻ 46 ബോളിൽ 79 റൺസും അഭിഷേക് ശർമ്മ 22 ബോളിൽ 56 എന്നിവർ നൽകിയ തുടക്കം പിന്നീട് വന്ന ഹെൻറിച്ച് ഗ്ലാസൻ 24 പന്തിൽ 51 റൺസും ആഞ്ഞടിച്ച കൂറ്റൻ സ്കോറിലേക്കു 255-ലോട്ട് എത്തിക്കേണ്ടി വന്നു. സോ RCBയുടെ റൺ ചേസ് 256 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടർന്ന RCB പൊരുതിയെങ്കിലും റൺ റേറ്റ് ഉയർത്തി കൊണ്ടുപോകാൻ സാധിച്ചില്ല. മിന്നൽ തുടക്കം വെങ്കടേഷ് അയ്യറായിരുന്നു. 19 പന്തിൽ 44 റൺസ് എന്ന വലിയൊരു സ്കോർ തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. പകച്ചുപോയ മിഡിൽ ഓർഡറാണ്. വെങ്കടേഷ് അയ്യർ വീണതിന് പിന്നാലെ റൺ റേറ്റ് കുറഞ്ഞു. വിരാട് കോഹ്ലി 11 ബോളിൽ 15 റൺസ്, വലിയ സ്കോർ കണ്ടെത്താനാകാതെ പുറത്തായി. ക്യാപ്റ്റൻ്റെ പോരാട്ടം. ക്യാപ്റ്റൻ രജിത് പട്ടിദാർ അർദ്ധ സെഞ്ചുറിയോടെ ടീമിനെ മുന്നോട്ട് നയിച്ചെങ്കിലും കൃണാൽ പാണ്ഡ്യ 41 റൺസ് നേടി പുറത്താകാതെ